സ്മാർട്ട് ഹൈബ്രിഡ് കാർ. ഇത്തരം കാറുകളിൽ രണ്ട് ബാറ്ററികൾ വരുന്നുണ്ട്. ഒന്ന് ഹൈ കപ്പാസിറ്റി ലെഡ് ആസിഡ് ബാറ്ററിയും ഒന്ന് ലിഥിയം ബാറ്ററി. ഇതിൻ്റെ വർക്കിംഗ് വരുന്നത് വണ്ടി സ്റ്റാർട്ടാക്കാനായിട്ട് ലെഡ് ആസിഡ് ബാറ്ററിയിൽ നിന്നാണ് പവർ വരുന്നത്. അപ്പോൾ സ്റ്റാർട്ടർ മോട്ടോർ വർക്കാവും, എഞ്ചിനിലോട്ട് ആ ഒരു പവർ ഇല്ലും. എഞ്ചിൻ പ്രവർത്തിക്കാൻ നേരത്ത് എഞ്ചിനിൽ നിന്നുള്ള ഒരു ഊർജ്ജം അത് വീലുകളിൽ എത്തിയിട്ട് കാറ് മൂവ് ആകുന്നു. ഇതാണ് ഇതിൻ്റെ വർക്കിംഗ് പൊതുവെ വരുന്നത്. ഇനി അതിൽ തന്നെ നമുക്ക് അടുത്തത് പരിചയപ്പെടാൻ വരുന്നത് ടോർക്ക് അസിസ്റ്റ് ആണ്. ടോർക്ക് അസിസ്റ്റ് നമ്മൾ മുന്നേ പരിചയപ്പെട്ട പോലെ സ്മാർട്ട് ഹൈബ്രിഡ് കാറിൽ രണ്ട് ബാറ്ററി വരുന്നുണ്ട്. അതിൽ ഈ ഒരു ടോർക്ക് അസിസ്റ്റിൽ പവർ ലഭിക്കുന്നത് ലിഥിയം ബാറ്ററിയിൽ നിന്നാണ്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാറിന് എക്സ്ട്രാ ഒരു പവർ വേണമെന്ന് തോന്നുമ്പോൾ നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ ലിഥിയം ബാറ്ററിയിൽ നിന്ന് ISG മുഖേന്ദ്രം എഞ്ചിനിലോട്ട് ഒരു എക്സ്ട്രാ ടോർക്ക് കൊടുക്കുന്നതാണ്. അപ്പം കാറിന് ശകലവും കൂടെ പിക്കപ്പ് ലഭിക്കുന്നു. ഇതാണ് ടോർക്ക് അസിസ്റ്റും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബ്രേക്ക് എനർജി റീജനറേഷൻ, ആ ഒരു വേർഡ് പോലെ തന്നെയാണ് ഇതിൻ്റെ വർക്കിംഗ് വരുന്നത്. കാരണം നമ്മുടെ കാറിന് മൂവ്മെൻറ്റിനായിട്ട് വരുന്ന ആ ഒരു പവർ ബാറ്ററിയിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബാറ്ററിയിൽ നിന്ന് ലോസ് ആയി പോയിട്ടുള്ള ആ ഒരു പവർ തിരിച്ച് ആ ഒരു ബാറ്ററിയിലോട്ട് തന്നെ എത്തിച്ചേരണം. അതിൻ്റെ പർപ്പസാണ് ബ്രേക്ക് എനർജി റീജനറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ബ്രേക്കിൽ നിന്ന് അല്ലെങ്കിൽ ആക്സിലേറ്ററിൽ നിന്ന് കാലെടുക്കുമ്പോൾ ഈ ഒരു വീലിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു കൈനറ്റിക് എനർജി അത് ഇലക്ട്രിക്കൽ എനർജിയായി മാറും. ആ ഒരു ഇലക്ട്രിക്കൽ എനർജി എഞ്ചിനിൽ വന്നിട്ട് ISGയിൽ വരും. ഈ ഒരു ISG എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു സ്റ്റാർട്ടറായിട്ടും വർക്ക് ചെയ്യും, അതുപോലെ തന്നെ ജനറേറ്ററായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ ഏത് ബാറ്ററിയിൽ നിന്നാണോ കൂടുതലായിട്ട് പവർ ലോസ് ആയി പോയിട്ടുള്ളത് അതിലോട്ട് ഈ ഒരു ISG വേണ്ട തോതിൽ പവർ വീണ്ടും സപ്ലൈ കൊടുക്കും. അതിനെയാണ് ബ്രേക്ക് എനർജി റീജനറേഷൻ എന്ന് പറയുന്നത്. സ്മാർട്ട് ഹൈബ്രിഡ് കാറിൽ ടോർക്ക് അസിസ്റ്റ്, ബ്രേക്ക് എനർജി റീജനറേഷൻ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തൊരു ഭാഗമാണ് ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ്. ഇത് എങ്ങനെയാണ് വർക്കിംഗ് ആകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോർ എല്ലാം തന്നെ അടഞ്ഞിരിക്കണം, അതുപോലെ തന്നെ സീറ്റ് ഇട്ടാലേ ഉള്ളൂ ഇത് വർക്കിംഗ് ആകത്തുള്ളൂ. ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോ ഫ്യൂവൽ കൺസപ്ഷന് വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ കാറ് ഒരു 180 സെക്കൻഡോളം നിർത്തിയിട്ട ശേഷം ഇത് ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ആയി പോകും. അതുപോലെ തന്നെ നമ്മുടെ കാറിൻ്റെ ടെമ്പറേച്ചർ നമ്മൾ സെറ്റ് ചെയ്തതിനേക്കാളും കൂടുതലാകുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് ഇത് കട്ടായി പോയിട്ട് വീണ്ടും വണ്ടി സ്റ്റാർട്ടായിട്ട് AC വീണ്ടും ഫില്ലായിട്ട് വണ്ടി കൂളാകുന്നത്. അതിന് പുറമെ മാനുവൽ കാറുകളിലാണെങ്കിൽ ക്ലച്ചിൽ നിന്ന് കാലെടുക്കുമ്പോഴും അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് കാറിലാണെങ്കിൽ ബ്രേക്കിൽ നിന്ന് കാലെടുക്കുമ്പോഴും ഈ ഒരു ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് കട്ട് ഓഫ് ആയി പോയി കാറ് ഓട്ടോമാറ്റിക്കലി സ്റ്റാർട്ടാകും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഉപകാരപ്രദമായി തോന്നുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ പുതിയ കാറിൻ്റെ ഡീറ്റെയിൽസുമായിട്ട് വീണ്ടും